ബ്രേക്ക് പിടിച്ച് കുഴഞ്ഞോ കുഞ്ഞ്? ഇവ മിഥുനങ്ങൾ ഇവിടം വരെ ആയതേ ഉള്ളോ? എങ്ങനുണ്ട്? ഞങ്ങൾ വിശ്രമിച്ചാണ്. ഞങ്ങളുടെ അക്കുസോട്ടൻ എവിടെ? മക്കളുടെ ആഗ്രഹം സാധിച്ചേ, നടന്ന് കേറിയേ. ഞാൻ വിചാരിച്ചില്ല ഈ ജന്മത്തിൽ ഇനിയും കേറി. ഭഗവാൻ ആരോഗ്യം തരട്ടെ. ഇനിയും വരാന്ന് പറയുന്നത്. നമ്മള് കൊടൈക്കനാൽ പോവാന്ന് പറയാം. കൊടയിലാണോ? കൊടൈക്കനാൽ പോവാണ്. ഓക്കെ ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. Ready, 1, 2, 3, start. എവിടെ മക്കളെ? അങ്ങോട്ടല്ല പോന്നെ, ഇതിലെയാ പോന്നെ വഴി. മതി. എല്ലാരും വരട്ടെ പൊന്നെ. അജു ജയിച്ച് കേട്ടോ. എല്ലാരും വരട്ടെ. അങ്ങനെ റോസ് ഗാർഡൻ കണ്ടു. നോക്കിക്കോണം, തോറ്റ് തുന്നം പാടി നോക്കിക്കോണം കേട്ടോടാ. തുന്നം പാടും. ഉന്നം തെറ്റല്ലേ അപ്പൊ ചേട്ടാ? ഫോറസ്റ്റ് മൊത്തം കാടാണോ? അങ്ങോട്ട് പോയത് ആണോ? അവിടെ മൃഗങ്ങളാ കടിച്ച് തിന്നുന്ന. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. നമ്മളിതാ കേറിയല്ലോ. എന്റെ കുഞ്ഞ് അമ്മ വീരാതെ പിടിക്കില്ലയോ? കടത്തി കെട്ടി ഞങ്ങളെ കടത്തി. ഓ എന്റെ ദൈവമേ, എന്താ വേണം? നമസ്കാരം, എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലും ഒക്കെ പോയ വീഡിയോ എല്ലാവരും കണ്ടിരുന്നോ? തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ നേരെ പളനിയിലേക്കാണ് പോയത്. ഞങ്ങളുടെ പളനി കൊടൈക്കനാൽ യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. പ്രതീക്ഷിച്ചതിലും ലേറ്റായിട്ടാണ് ഞങ്ങൾ പളനിയിലെത്തിയത്. ഇനി കുഞ്ഞുങ്ങളെ മുട്ടയടിച്ചിട്ട് ഇന്ന് തന്നെ അമ്പലത്തിൽ കയറി തൊഴണം. അതിൻ്റെ ഒരു ധൃതിയാണ് കേട്ടോ. അപ്പുചേട്ടൻ ക്യാപ്റ്റൻ ആയിരിക്കുകയാണോ? ഗുഡ് ബോയ് ആയോണ്ടേ ഇപ്പൊ കഴിയും കേട്ടോ. സുന്ദര മുട്ടയായിട്ട് ഇപ്പൊ വരും അജിക്കുട്ടൻ. ആ മോന്റെ മുടിയാ, കണ്ണിലൊന്നും വീഴത്തില്ല കേട്ടോ. അമ്മ പിടിച്ചിട്ടുണ്ടേ. കൈ അങ്ങ് മടിയിലോട്ട് കണ്ടാ അപ്പുചേട്ടാ കുഞ്ഞിരിക്കുന്ന ഗുഡ് ബോയ് ആയിട്ട്. മോനാ ഫസ്റ്റ് ആയത്, അപ്പുചേട്ടാ സെക്കൻഡ് ആയി. ഇവിടെ മിടുക്കനായോണ്ടേ ഫസ്റ്റ് ആയല്ലോ. തീർന്ന പോലെ തീർന്ന്.
ലാസ്റ്റ് ആയി പൊന്നുമോനെ. ഇപ്പൊ കഴിയട്ടോ, കുഞ്ഞിനെ അനുഗ്രഹിക്കുമല്ലോ കുഞ്ഞിന്. മക്കളെ മക്കളെ എന്റെ പൊന്നുമോനെ. നോക്ക് അജു ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. അപ്പൊ കൂടെ പരിഹരിക്കുമല്ലോ. പ്രാർത്ഥിക്കണേ പിന്നെ അജുകൊണ്ടനെ കുളിപ്പിക്കും. അമ്പലത്തിൽ പോകാൻ ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് അപ്പുക്കുട്ടൻ മുട്ടയടിക്കുന്ന സമയത്തിന് ഞാൻ അജിക്കുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. ഇത്തവണ അമ്മയ്ക്കൊരാഗ്രഹം, പളനിമല നടന്ന് തന്നെ കയറണം എന്ന്. പ്രായം കൂടുവല്ലേ, ഇനി അങ്ങോട്ട് പോകുന്തോറും ഇത്രത്തോളം ആരോഗ്യം പോലും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഇത്തവണ നടന്ന് തന്നെ കയറണം എന്നൊരാഗ്രഹം പറഞ്ഞു അമ്മ. അപ്പുക്കുട്ടൻ ഇത് 3ാമത്തെ പ്രാവശ്യമാണേ പളനിയിൽ മുട്ടയടിക്കുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യവും എൻ്റെയും അമ്മയുടെയൊക്കെ നേർച്ചയായിരുന്നു. പക്ഷേ ഇത്തവണ മുട്ടയടിക്കുന്നത് അപ്പുക്കുട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു വന്ന ഒരു വാക്കിൻ്റെ പേരിലാണ് കേട്ടോ. അജിക്കുട്ടൻ മുട്ടയടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനും അടിക്കാമേ എന്ന് പറഞ്ഞു. കുഞ്ഞ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മുട്ടയടിപ്പിച്ചില്ലെങ്കിൽ അതൊരു വിഷമമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കും. അതുകൊണ്ട് എന്തായാലും അപ്പുക്കുട്ടനെ കൂടെ മുട്ടയടിപ്പിച്ചേക്കാമെന്ന് കരുതി. മുട്ടയടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് 2 പേരും അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് ഇരിക്കുവാണ്. 2 സുന്ദര മുട്ടകളെ. അമ്പോറ്റി പോയിട്ട് വരാൻ താമസിക്കുന്നത്. അപ്പുമൊട്ടേ, സുന്ദരമൊട്ടേ, അജുമൊട്ടേ, സുന്ദരമൊട്ടേ, 2 സുന്ദര മുട്ടകളെ. ഞങ്ങൾ പളനിമല കയറാൻ പോവാണേ. എവിടെ? 3 മുട്ടാസ്. ആ പോവാം പോവാം പോവാം. രാത്രിയായെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അജിക്കുട്ടൻ പക്ഷേ വഴക്കൊന്നും ഉണ്ടാക്കാതെ നടന്ന് തന്നെ കയറി കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ കാലൊക്കെ ഇത്തിരി വേദനിച്ച് തുടങ്ങി. അമ്മയ്ക്കും രാജി ചേച്ചിക്കൊക്കെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് പതുക്കെയാണ് മുകളിലെത്തിയത്. അമ്പലം അടച്ചു പോകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. എങ്കിലും അവസാനം നന്നായിട്ട് തന്നെ ഭഗവാനെ കണ്ട് തൊഴാൻ സാധിച്ചു. അത്രയും നേരം നിന്നതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കുവാണ്. വായോ വായോ. രാത്രി പളനിമലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയല്ലേ. ഹലോ മുട്ടകളെ, 2 മുട്ടാസ്, 2 മുട്ടാസ്. ജു 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 ജു. ആ സമ്മതിച്ച്. ആ എല്ലാം അജിക്കുട്ടൻ. അയ്യോ എൻ്റെ പൊന്നോ, വീടല്ലേ സ്റ്റെപ്പ് നോക്കി ചക്ക ചക്ക ചക്ക. എന്നാ ഇറങ്ങിയാട്ടെ. ആ ഷർട്ടൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ബ്രേക്ക് പിടിച്ച് കുഴഞ്ഞോ കുഞ്ഞ്? വാ പതുക്കെ ഇറങ്ങ, പതുക്കെ. എല്ലാരെയും തോപ്പിക്കാനാണോ കുഞ്ഞ് ഓടുന്നേ? ഇങ്ങോട്ട് നോക്കി. അക്കസോട്ടോ അക്കസോട്ടോ.
ഇവരെവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ആ മുമ്പിൽ പോകുന്ന മുട്ടയെ നല്ല പരിചയമുണ്ടല്ലോ. ഇതേതാ മുട്ട? സ്റ്റെപ്പ് ഇരുന്നിറങ്ങാം കുഞ്ഞ്. പതുക്കെ 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 മോനെ. പളനിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴി പെട്ടെന്ന് 1-2 റീൽസ് ഞങ്ങൾ എടുത്തു. അങ്ങോട്ടും അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ ഹജിക്കുട്ടന് 2 വയസ്സ് ആയ സമയത്താണ് ലാസ്റ്റ് ടൈം ഞങ്ങൾ പളനിക്ക് വരുന്നത്. അന്ന് കോവിഡൊക്കെ ആയിരുന്നല്ലോ, കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞ ടൈമായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ആദ്യമായിട്ട് മുട്ടയടിച്ചു. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഓരോ വർഷങ്ങൾ വരുമ്പോഴും ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പളനിയിലാണ് സ്റ്റേ. എന്നിട്ട് നാളെ അതിരാവിലെ കൊടൈക്കനാൽ പോവും. ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര നിർബന്ധം, ഇവിടെ വരെ വന്നതല്ലേ കൊടൈക്കനാലും കൂടെ പോകണം എന്ന്. മുൻപേ ഇറങ്ങിയ യുവമിഥുനങ്ങൾ ഇവിടം വരെ എത്തിയതേ ഉള്ളോ? അപ്പൂപ്പനും അമ്മൂമ്മയും റീൽസ് എടുത്ത് 2 റീൽസ് എടുത്ത്. വെട്ടമൊക്കെ കുറവായിരുന്നു, പിന്നെ സ്ലോപ്പായിരുന്നു. യുവമിഥുനങ്ങൾ ഇവിടം വരെ ആയതേ ഉള്ളോ? എങ്ങനുണ്ട്? ഞങ്ങൾ വിശ്രമിച്ചാ വന്നേ. കാലിന് കുഴപ്പമില്ലേ രായി ചേച്ചിയെ? ഇച്ചിരി വെള്ളം എനിക്കും കൂടെ തായോ. എന്റെ പൊന്നോ, ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അക്കസോട്ടോ, ഞങ്ങളുടെ അക്കസോട്ടൻ എവിടെ? ഇവിടത്തെ പട്ടിയൊന്നും കടിക്കത്തില്ല. ആ അമ്മമ്മക്കിലൂടെ ആഗ്രഹം സാധിച്ചേ, നടന്ന് കേറിയേ. ഞാൻ വിചാരിച്ചില്ല ഈ ജന്മത്തിൽ ഇനിയും കയറി. ഭഗവാൻ ആരോഗ്യം തരട്ടെ, ഇനിയും വരാന്ന് പറയും. ഭഗവാൻ ആരോഗ്യം തന്നാൽ ഞാൻ വന്നിരിക്കും തീർച്ചയായിട്ടും. നമുക്ക് ഇനിയും വരാം നടന്ന്, അസുഖമൊക്കെ മാറിയിട്ട്. ആരിൻ്റെ അതൊക്കെ തരുമല്ലയോ ഭഗവാൻ. ഭഗവാൻ അതൊക്കെ കേട്ടു. പോയി ഉപ്പമോട്ടെ, ഉപ്പമോട്ടയ്ക്ക് എങ്ങനെ ഉണ്ട്? ആ ഇനി കുത്തനെ അമ്മേ, പതുക്കെ സൈഡ് പിടിച്ച് പതുക്കെ ഇറങ്ങിയാൽ മതി. ഞങ്ങൾ പളനിന്ന് കൊടൈക്കനാലേക്ക് പോവാണേ. ഹലോ, പോയാലോ കൊടൈക്കനാലോട്ട്? അമ്മമ്മ റെഡി? അമ്മൂമ്മ റെഡി. ഉറക്കം വരുന്ന വണ്ടി ഇരുന്ന് ഉറങ്ങും. ഞങ്ങൾ രാവിലെ ഇനിയിപ്പോൾ കൊടൈക്കനാലിലോട്ട് പോവുകയാണ്. 4 മണി ആയതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തി റെഡിയായി കൊടൈക്കനാലിലോട്ട് പോവാണ്. കുറച്ച് സമയം ഉറങ്ങിയുള്ളൂ ഇന്നലെ. ബൈ. പോയാലോ? മുമ്മ എവിടെ? മുമ്മ ഇറങ്ങി കഴിഞ്ഞോ? അയ്യോ എല്ലാരും ഇറങ്ങി, ഞാൻ മാത്രമേ ഉള്ളൂ. പോട്ടെ. എന്റെ അപ്പുമൊട്ട എവിടെ? ഉറക്കം വരുന്നോ? ഉറങ്ങിക്കോ. അജുമൊട്ട എവിടെ? അജുമൊട്ട അയ്യോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മള് കൊടൈക്കനാൽ പോവാന്ന് പറയാം. കൊടയിലാന്നോ? കൊടൈക്കനാൽ പോവാണ്. ഓക്കെ ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. നേരം വെളുക്കുന്നതേ ഉള്ളൂ. സൂര്യോദയമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോ ആ വാങ്ങിക്കും. അയ്യടാ ഉറക്കം വരുന്നേ. എന്റെ അജിക്കുട്ടനെ കാണിച്ചു തരാം. ദാണ്ടിരിക്കുന്ന അജിക്കുട്ടൻ. ഫുഡ് കഴിച്ചിട്ട് കൊടൈക്കനാലിൽ ഞങ്ങൾ ആദ്യം പോയത് ഗവൺമെൻറ് റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ. വാ മോനെ, അതുവഴിയാ നിക്കളെ. നമുക്ക് ഇനി വഴി പോയി അതുവഴി കറങ്ങി വരാം. ഓക്കെ ഓക്കെ. കുഞ്ഞപ്പൻ എന്തി? കുഞ്ഞപ്പനെ കണ്ടില്ലല്ലോ വീഡിയോയില്. അവിടെയും പോവാ. അജിക്കുട്ടോയ്, അജിക്കുട്ടോ, വാവേ ഇങ്ങോട്ട് വാ. വാവേ, വെള്ളമില്ല മോനെ. ഇവിടെ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒത്തിരി റോസ് ഒന്നും ഇല്ലെന്ന് തോന്നടാ മോനെ. കൊയ് കൊയ്. ഇല്ല, അപ്പുക്കുട്ടൻ എന്തിയേ? അവൻ വെടി വെക്കുന്നു. റോസാപ്പൂക്കള് കണ്ടോ കുഞ്ഞമ്മോനെ? വലിയ റോസുകളല്ലേ? ആ വെയില് കാരണം കാണാൻ വയ്യ. കണ്ടടേ. അവേ
അപ്പൊ ചേട്ടൻ ദോ വരുന്നു. അപ്പുസേ ഷൂട്ട് ചെയ്താ? പൊട്ടിയോ ബലൂൺ? 4 പൊട്ടിയാ? വെരി ഗുഡ്. ആ പോവാം അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു പോകുമ്പോ. എന്റെ പൊന്നു മീനാക്ഷി, നല്ല കളറല്ലേ? ഇവിടെ ഉണ്ടമ്മേ. അപ്പൊ ഇവിടെ ഉണ്ട്. മക്കളൊന്ന് വായിച്ചേത്. മോന്റെ പേരിലുള്ള റോസ് അച്ചിക്കുട്ടന്റെ പേരില് ഉണ്ടോ? ആഹാ. അജിക്കുട്ടൻ നടക്കാൻ മടി കാണിച്ചപ്പോൾ ഞങ്ങൾ ഓട്ടമത്സരം നടത്തിയതാണ്. അപ്പുസേ നീ ആരാ ജയിക്കുന്നേ? ജയിക്കോ? എന്നാ ഓടിക്കോ. അമ്മ ഓടണോ? ശരി അമ്മ. റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. അജിക്കുട്ടൻ ജയിച്ചേ. വീഴല്ലേ? അപ്പൂട്ടൻ അജിക്കുട്ടനെ പഠിപ്പിച്ച തേങ്ങാപ്പാട്ടായിരുന്നു കേട്ടോ ഈ കേട്ടത്. എന്നിട്ട് അപ്പുക്കുട്ടൻ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. നോക്കിയേ. നമുക്ക് പതുക്കെ നടന്നാലോ? പതുക്കെ നടന്നാലോ? അങ്ങോട്ട് ഓടണോ? ആര് ജയിക്കും? ഇല്ല, ഞാൻ ജയിക്കും. നോക്കിയാലോ? റെഡി 1 2 3 സ്റ്റാർട്ട്. എവിടെ മക്കളെ? അങ്ങോട്ടല്ല പോന്നെ, ഇതിലെയാ പോന്നെ വഴി. മതി 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 മതി. എല്ലാരും വരട്ടെ പൊന്നെ. അജു ജയിച്ച് കേട്ടോ. എല്ലാരും വരട്ടെ. വരിക വരിക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ടോ? അങ്ങനെ റോസ് ഗാർഡൻ കണ്ടു. ഇത്തിരി ചൂടായില്ലേ അമ്മേ? നേരത്തെ എത്രണ്ണം പൊട്ടിച്ച പൂസേ? 4? ആ വെരി ഗുഡ്. പൊട്ടിക്കടാ അജിക്കുട്ടാ. ലോഡ് ചെയ്തിട്ടില്ല. ആ ലോഡ് ചെയ്തോ അജിക്കുട്ടാ. കറക്റ്റ് ഉന്നം വെച്ച് നോക്കിക്കോണം. തോച്ച് തുന്നം പാടി നോക്കിക്കോണം കേട്ടോടാ. തുന്നം പാടും. അടിച്ചടാ. അടിച്ചു പോലെ. ആ ഉന്നം തെറ്റല്ലേ അപ്പൊ ചേട്ടാ? പൊട്ടിയല്ല? പൊട്ടി ആ എല്ലോ പൊട്ടി. വയസ്സായവർക്ക് നോ എൻട്രിയാ കേട്ടോ അപ്പ. വയസ്സായവർക്ക് നോ എൻട്രി ആണ്. അപ്പന് വയസ്സായില്ലടാ മോനെ. അപ്പം കുഞ്ഞു ചെറുക്കനാ, കൊച്ചു പയ്യനാ. ആർക്കും ഇറങ്ങാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിലിരുന്ന് ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കണ്ടു. ഓ നല്ല തിരക്കാ. നല്ല ഭഗവാൻ. മാതാജി അജിക്കുട്ടാ. അജൂസേ അജിക്കുട്ടന് ഉറക്കത്തിൽ എഴുന്നേറ്റ് വരിക. എല്ലായിടവും കയറ്റമാണല്ലോ ഭഗവാനെ. കുടജാദ്രി തുടങ്ങിയതല്ലേ ശ്രീലു? കുടജാദ്രി, പളനി, കൊടൈക്കനാല്. എന്റെ അജു ഉണ്ടോ പറകെ? തൂങ്ങലോ? എന്തോ അച്ചുകുട്ടാ? എന്തോ പറഞ്ഞേ? അങ്ങോട്ട് പോകരുത്. ഫോറസ്റ്റ് മൊത്തം കാടാണോ? അങ്ങോട്ട് പോകരുത്. ആണോ? അവിടെ മൃഗങ്ങളാ കടിച്ച് തിന്നുന്ന. ആണോ? ഭൂതമുണ്ട്, പോകരുത്. വേറെ എന്തുണ്ട്? വേറെ ഭൂതമുണ്ട്, പോകരുതോ? അപ്പൊ എന്ത് ചെയ്യും? മൃഗങ്ങളെയൊക്കെ ഉമ്പത്തിൽ കൊന്നോ? അപ്പൊ കുഴപ്പമില്ല. അജിക്കുട്ടൻ ഗുഡ് ബോയ് ആയോണ്ടേ അജിക്കുട്ടനെ ആരും ഉപദ്രവിക്കത്തില്ല കേട്ടോ. മുമ്പോട്ട് രക്ഷിച്ചോളും.
മഞ്ഞ് മഞ്ഞ് അച്ചുക്കുട്ടനല്ലയോ പറഞ്ഞേ മഞ്ഞുമലയിൽ പോണം മഞ്ഞുമലയിൽ പോണമെന്ന്. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. അയൺമാൻ അപ്പനമ്മരിക്കേ സിനിമ ഗുണാക്കേ കൊരങ്ങ അജുമാനെ അയ്യോ മക്കളെ ദോ ഒരു കുരങ്ങിങ്ങി പോരെ, എന്റെ പൊന്നുമോനിങ്ങി പോരെ. ദോ ദാ 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 ഇങ്ങോട്ട് നോക്കിയേ, പൊന്നിങ്ങോട്ട് നോക്കണേ. ദാ ഇത് ആരാ വരുന്നേ? അയ്യോ ഒരു കുഞ്ഞു ഉണ്ടടാ, അമ്മയും കുഞ്ഞുവാടാ. അയ്യോ വിശക്കുന്നുണ്ടോന്ന് അതിന്, കവറ് തപ്പുന്നു. കുഞ്ഞിനെ കണ്ടോ? റെഡി റെഡി ഇരിക്കേ രാജേച്ചി. ചെറിയ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. പൊന്നെ അമ്മ ഇവിടെ ഉണ്ട്, പോത്തില്ല. ഹായ് ഹായ്. ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ, മഞ്ഞുമൽ ബോയ്സ് ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അങ്ങോട്ട് വിടത്തില്ല. എങ്ങോട്ടാ പോയേ കൊച്ചുങ്ങള്? അമ്മ ഇതാണ്ട മോനെ. ആന്നോ പൊന്നെ? സൂപ്പറാಗಿದೆ. അജിക്കുട്ടൻ കണ്ടോ? ആ ഇപ്പൊ കേട്ട് കാണും. ഇത്രേ ഉള്ളു മക്കളെ, അങ്ങോട്ട് വിടത്തില്ല പൊന്നെ. ഇനി അപ്പൂസ് അങ്ങ് പോയല്ല. യോ എന്റെ പൊന്നെ പറയാതെ. അപ്പൂസേ കൊള്ളാവോ? ഇതൊക്കെ കേറാൻ പറ്റുന്നില്ലയോ? പിടിക്കാം അമ്മയുടെ കൈ പിടി. നമ്മളിതാ കേറിയല്ലോ. ഓ പാട്ട് പാടുവാണോ അവിടെ വന്നിട്ട്? വേണ്ട ഇനി പോണ്ട മോളില്. എന്റെ കുഞ്ഞ് അമ്മ വീരാതെ പിടിക്കില്ലയോ? നമുക്കിനി ഇറങ്ങണ്ടേ അജിക്കുട്ടാ? നമ്മളെങ്ങനെ ഇറങ്ങും? ഇവിടെ കേവിൽ വീണ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ്. കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. കമ്പം തേനി വഴിയായിരുന്നു പോയത്. പോകുന്ന വഴി തേനിയിൽ ഇറങ്ങി ഒരു മുന്തിരിത്തോട്ടത്തിൽ കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്താ ഉദ്ദേശം മനസ്സിലായില്ല. ഇത് കണ്ടപ്പോ അമ്മൂമ്മയ്ക്ക് അപ്പനും കൊതി ഒരുങ്ങുന്ന. ഷോളൊന്നും വേണ്ട ഞങ്ങക്ക്. ആഹാ ഉണ്ടോ? കണ്ടോ അഞ്ജലേച്ചി? ഇങ്ങനെ ആ പേഴ്സും കൂടി ഇതാ. അയ്യടാ അഞ്ജലേച്ചിയെ ഫോട്ടോ ഇപ്പൊ കിട്ടിയില്ല. ഓ എന്റെ ദൈവമേ, എന്താ വേണം? എന്റെ അജിക്കുട്ടാ നീ ഇത് വല്ലതും കാണുന്നുണ്ടോ? എന്റെ പൊന്ന് ഇത് വല്ലതും കണ്ടോടാ? ടൂറ് കഴിഞ്ഞ് തിരിച്ചു പോവുക എന്ന് പറഞ്ഞപ്പോൾ അപ്പുക്കുട്ടനൊരു വിഷമം. മുന്തിരിത്തോട്ടത്തിലൂടെ തീരെ വെയിലില്ല. ദൈവമേ പൊള്ളുന്ന, നല്ല പൊള്ളുന്ന വെയിലാട്ടോ. അവളെ പളം വരച്ചു വിട്ടേക്കുന്നായിരുന്നു. ആരാ മോനെ? മിസ്റ്റർ ബീൻ ഇവിടെ വന്നോടാ. ചേടാ നീ പോന്നിടത്തെല്ലാം ഉണ്ടല്ലോ നിന്റെ മിസ്റ്റർ ബീൻ. മുന്തിരിത്തോട്ടത്തിന് നടുവിൽ എന്റെ അജിക്കുട്ടൻ വന്ന്. അജിക്കുട്ടാ ഗുഡ് മോർണിംഗ്. എന്തൊരു ഉറക്കമായിരുന്നു എന്റെ പൊന്നെ. മോന് വേണ്ടേ? എന്താടാ ഉടുപ്പി വീഴാതെ. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? കഴിക്കാൻ മതിയോ മോനെ? അജ്മോനെ
എടാ കള്ള മുന്തിരിത്തോട്ടത്തിന്റെ ഇടയിൽ എന്താണ് ഇവിടെ പരിപാടി? വിശ്രമം ആനന്ദകരമാക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. മുന്തിരിത്തോട്ടത്തിൽ ആരാടാ? ഇപ്പോഴത്തെ പുറത്ത് മുട്ട ഇല്ല കണ്ടില്ലല്ലോ മുട്ട മുട്ട കുടിക്കാനാണോ? എന്തോ മതിയോടാ? അപ്പുച്ചേട്ടൻ്റെ മിസ്റ്റർ ബീൻ. ആ ശരിയാ, ഇത് കണ്ടോണ്ടാ പറഞ്ഞേ. ഇരിക്കുന്ന മിസ്റ്റർ ബീൻ. അയ്യോ താഴെ തീരെ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. കമന്ന് പോലെ അപ്പുച്ചേട്ടൻ ഇല്ലാത്തോണ്ടാ ഒരു പേടി. ഇത്തവണത്തെ യാത്രാവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.